ഹലോ, പൈപ്പ് ക്ലീനർ കൊണ്ട് നല്ല തിക്കായിട്ടുള്ള റോസ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് സ്ക്രീനിൽ കാണിച്ചതുപോലെ മെഷർമെൻ്റ് എടുത്ത് പൈപ്പ് ക്ലീനർ ഒന്ന് കട്ട് ചെയ്ത് സെക്ഷനാക്കി വെക്കുക. എന്നിട്ട് ഓരോന്നെടുത്ത് വീഡിയോയിലുള്ളതുപോലെ ചുരുട്ടി റൗണ്ടാക്കി ലാസ്റ്റ് വരുന്ന എഡ്ജ് ഉണ്ടല്ലോ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പൈപ്പ് ക്ലീനറും അങ്ങനെ ചെയ്താൽ പൂവിൻ്റെ ഇതളുകളൊക്കെ റെഡി ആയിട്ടോ. അടുത്ത പണി, ഗ്രീൻ കളറിൽ 10 സെൻറ്റിമീറ്റർ വീതമുള്ള 5 എണ്ണം നമ്മൾ റെഡിയാക്കിയിട്ടില്ലേ, അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഒരു ഐ ഷേപ്പിലാക്കി കൊടുക്കുക. ഇനി ഗ്രീൻ കളറിൽ നല്ല ലെങ്ത് ഉള്ള 2 പൈപ്പ് ക്ലീനർ എടുത്ത് വെച്ചില്ലേ, അത് വീഡിയോയിൽ കാണുന്നത് പോലെ ലീഫിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ നല്ല ഗ്രീൻ കളറൊക്കെ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ കിട്ടും കേട്ടോ. എനിക്കിപ്പോൾ ഇതേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഈ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പൂവിന് 2 ലീവ്സും കൂടെ റെഡിയായേ. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്യാൻ പോവുകയാണേ. നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന കമ്പിയില്ലേ, ആ കമ്പി ഒരെണ്ണം എടുത്തിട്ട് ഏറ്റവും ചെറിയ ഇതൾ കമ്പിയോട് ചേർത്ത് വെച്ച് ഗ്രീൻ ടേപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഇതളുകൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ചെറിയ ഇതളുകളൊക്കെ ആദ്യം വെച്ച് കൊടുക്കുക, വലുത് അവസാനമാകുമ്പോഴേക്കും വെച്ച് കൊടുക്കുക. ഓരോ ഇതളുകൾ വെക്കുമ്പോഴും പൂവിൻ്റെ ഭംഗി കൂടി വരുന്നത് കണ്ടില്ലേ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റുമ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം ചുറ്റി കൊടുക്കാൻ, എങ്കിലേ ആ ഇതളുകളൊക്കെ നല്ല സെക്യൂർ ആയിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഐ ഷേപ്പിലുള്ള 5 ഇതളുകൾ ഉണ്ടാക്കിയില്ലേ, അവ ചുറ്റിലും വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റുക. ഇനി 2 ലീഫുകളും 2 ഭാഗത്തായിട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു 5-6 എണ്ണം ഉണ്ടാക്കിയിട്ടേ ഫ്ലവർ വേസിൽ വെക്കുകയോ അല്ലെങ്കിൽ ബൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവില്ലേ. ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.